أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖികളായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു സൂക്തമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. 3 കാര്യങ്ങളാണ് പ്രധാനമായും ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. അത്തഖ്വ അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ ഫി ദീനിൽ ഇസ്ലാം, ഇസ്ലാമിൽ സഫീനത്തുൻ നജാത്ത് എന്നാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. വിജയിക്കുവാനുള്ള അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഒരു കപ്പലാണ്, ഇഹപര ജീവിതത്തിലേക്കുള്ള ഒരു കപ്പൽ എന്ന പ്രയോഗമാണ് തഖ്വയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. യൗമൽ ഖിയാമത്തിൽ നമ്മൾക്ക് വിജയം വരിക്കണം. അങ്ങനെയാണെങ്കിൽ വഹിയ ഇൽത്തിസാമു ത്വാഅത്തില്ലാഹി വ ത്വാഅത്തിൽ റസൂലിഹി, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും ഉന്നതന്മാർ എന്ന് പറയപ്പെടുന്നത്, മാന്യന്മാർ എന്ന് പറയപ്പെടുന്നത് നിങ്ങളിൽ ഏറ്റവും നന്നായി സൂക്ഷ്മത പാലിച്ച് ജീവിച്ചവരാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലന്നാസി, ജനങ്ങളിൽ ഏറ്റവും പ്രമുഖൻ എന്ന് പറയുന്നത് യൽതഖൂന ബി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ എന്നെ കണ്ടുമുട്ടുന്ന ജനങ്ങളിൽ
ഏറ്റവും ഉന്നതൻ അല്ലെങ്കിൽ പ്രമുഖൻ എന്ന് പറയുന്നത് ഹുമുൽ മുത്തഖൂൻ, അവർ മുത്തഖീങ്ങളായിരിക്കും എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസികളായിട്ടുള്ള നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, ഇതാണ് തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും ഏറ്റവും അധികമായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ തഖ്വ കൊണ്ടുള്ള വസിയ്യത്തുകളാണ്, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ ഈ ഞാൻ ഓതി വെച്ച ഈ സൂക്തം കൂടാതെ നിരവധി ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്നതിനെക്കുറിച്ച് നിരന്തരമായി നീ ആലോചിക്കണം. അതിനു മുമ്പേ നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. ഇത് സത്യവിശ്വാസികളോട് മാത്രമുള്ള സംബോധനകൾക്കപ്പുറം ലോകത്തുള്ള മുഴുവൻ ആളുകളോടും ഈ നിലക്ക് ഖുർആനിൽ സംബോധനകൾ കാണാം. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച ഈ ലോകത്തെ പടച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മുഴുവൻ ജനസഞ്ചയങ്ങളെയും അഭിസംബോധന ചെയ്തത് നമ്മൾക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇൻഡിവിജ്വലായി വ്യക്തിപരമായി ഖുർആനിലൂടെയും പ്രവാചകന്റെ വചനങ്ങളിലൂടെയും ഉപദേശിച്ചത് വേറെയും കാണാം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. ഇത്തഖില്ലാഹ, നീ എവിടെയാണെങ്കിൽ, ഹൈസുമാ കുൻത, നീ എവിടെ, ഏത് ലോകത്ത്, ഏത് കോണിലാണെങ്കിലും ശരി, നീ അള്ളാനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവനാകണം. അതേപോലെ തന്നെ ളുൽമിനെ സൂക്ഷിക്കണം. ഇത്തഖുൽ ളുൽമ, അക്രമത്തെ നീ ഭയപ്പെടണം, നീ സൂക്ഷിക്കണം. ഇത്തഖുൻ നാറ, നീ നരകത്തെ സൂക്ഷിക്കണം. എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിലൂടെ നമ്മെ വ്യക്തിപരമായി ഇൻഡിവിജ്വലായി ഓരോരുത്തരെയും, അതല്ല സത്യവിശ്വാസികളെ മൊത്തത്തിലും, അതിനപ്പുറം ജനങ്ങളെ, ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഒക്കെ ഇങ്ങനെ അഭിസംബോധന ചെയ്തത് നമുക്ക് പരിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എന്താണ് തഖ്വ? മുൻഗാമികൾ തഖ്വയെ സംബന്ധിച്ചുള്ള വിശദീകരണം വഖീല പറയപ്പെട്ടതായി നമ്മൾക്ക് കാണാം. അത്തജന്നുബു അലാ കുല്ലി മാ യുഅസ്സമു മിൻ ഫിഅലിൻ ഔ തർക്കിൻ. ചെയ്യണം എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒട്ടനേകമുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായി മുറപ്രകാരം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ യുഅസ്സമു, നമ്മൾ കുറ്റക്കാരായി തീരും, പാപം ചെയ്യുന്നവരായി തീരും. അപ്പൊ ഇത്തരം പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടുക എന്നതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വഖീല ഹിയ ഇംതിസാലു അവാമിരിഹി തആല വജ്തിനാബു നവാഹിഹി, കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും വിരോധിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് വിഭാടനം ചെയ്യുകയും ചെയ്ത് വളരെ കൃത്യമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ് ഒരു മുത്തഖി എന്ന് പറഞ്ഞാൽ, ഒരു സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ഒരു വളച്ചുകെട്ടലുമില്ലാതെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് കൃത്യമായി അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ കൃത്യമായി പാലിക്കുകയും ചെയ്യുക, ഇതാണ് ഒന്നാമതായി നമ്മൾക്ക് വിജയം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഖുർആനിലെ ഈ വചനം സൂചിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം,
സൂറത്തു തഗാബുനിൽ നമുക്ക് കാണാം, വത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി, നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം. കാരണം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരിക്കലും ഒരു മനുഷ്യന് കഴിയാത്ത ഒരു കാര്യവും അല്ലാഹു തആല തന്റെ അടിമയോട് നിർബന്ധിക്കുകയില്ല എന്ന്, നിർബന്ധിച്ചിട്ടുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിച്ച്, ചെയ്യേണ്ടതൊക്കെ ചെയ്ത്, ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അതിനോട് രാജി പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക, ഇതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് നമ്മോട് പറയുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വലാ തമൂതുന്ന, നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. നമ്മളോടുള്ള നിർദ്ദേശമാണ്. ദുനിയാവില് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് എടുക്കാനല്ലാതെ, എനിക്ക് മാത്രം ആരാധനകൾ നിർവഹിക്കപ്പെടാനല്ലാതെ മലക്കുകളെയോ ജിന്നുകളെയോ മനുഷ്യന്മാരെയോ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല വളരെ കൃത്യമായി പറയുന്നു. ആ അല്ലാഹു തആല നമ്മളോടായി പറയുന്നു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിംകളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്ന് വളരെ കൃത്യമായി ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കേണ്ടവൻ ആ നിയമങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് താൻ തോന്നിത്തരം കാണിച്ച് ജീവിച്ചാൽ അവൻ മരണപ്പെടുന്നത് മുസ്ലിമായിട്ടാകൂല. അല്ലാഹു തആല നമ്മൾക്ക് ഹിദായത്ത് നൽകി, അത് വലിയൊരു സമ്മാനമാണ്. അല്ലെങ്കിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം നമ്മൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകി എന്നത്. അല്ലാഹു തആല വളരെ കൃത്യമായി ഫമൻ തബിയ ഹുദായ, എന്റെ ഹുദയെ, എന്റെ ഹിദായത്ത് കിട്ടിയിട്ടുള്ള നിങ്ങൾ എന്റെ ഹുദയെ പിൻപറ്റുന്നുവെങ്കിൽ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഒരു നിലക്കുള്ള ദുഃഖവും ഒരു നിലക്കുള്ള വിഷമവും അവർക്കുണ്ടാവുകയില്ല എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെടണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരു മുസ്ലിം എത്തണം. ഇവിടെ നമ്മൾ കോളം പൂരിപ്പിക്കുമ്പോ ഒരു മുസ്ലിം ഏതാണ് ജാതി എന്ന് ചോദിക്കുമ്പോ ജാതി തെളിയിക്കാൻ മുസ്ലിം എന്ന് എഴുതലല്ല. ഇവിടെ ആ ജാതി മുസ്ലിമിനെ കുറിച്ചല്ല പറഞ്ഞത്, കാനേഷുമാരി ഒരു മുസ്ലിമിനെ കുറിച്ചല്ല. ഇവിടെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നത് മരണം വരെ, ജനനം മുതൽ മരണം വരെയും മുസ്ലിമായി ജീവിക്കാനും അങ്ങനെ തന്നെ മുസ്ലിമായി ദുനിയാവിൽ നിന്ന് വിട പറയണം. കുറെയൊക്കെ ദീനിന്റെ ചട്ടക്കൂട്ടുകളിൽ നിന്ന് അതിനനുസരിച്ചൊക്കെ ജീവിച്ച് പ്രായം കുറച്ചങ്ങ് കഴിയുമ്പോ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു കോളുണ്ട്, അതിൽ നിന്ന് ആ ബൗണ്ടറി, അതിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോയാൽ ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും എന്ന് നമ്മൾ അറിയണം. അപ്പോ മുസ്ലിമായി ജീവിക്കുക, അങ്ങനെയുള്ള ഒരു വിശ്വാസി, അങ്ങനെയുള്ള ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ്. അങ്ങനെയാകണം. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് മുസ്ലിമായി മരണപ്പെടാൻ ഏതൊരാൾക്കും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഹിദായത്ത്, പിന്നീട് ആ ഹിദായത്ത് വിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ അപകടകരമാണ് എന്ന് നമ്മൾ അറിയണം. പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി. അത് ഹിദായത്ത് കിട്ടിയ നമ്മളൊക്കെ ഓരോരുത്തരും നിർവഹിക്കേണ്ട കാര്യ. വഅമ്മാമൻ, ഒരാള് ഖാഫ മഖാമ റബ്ബിഹി, തന്റെ റബ്ബിനെ പേടിച്ച് ഭയപ്പെട്ട് വഴിപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛകൾക്ക് വഴിപ്പെടാതെ, സ്വന്തം താന്തോന്നിത്തരത്തിന് വഴിപ്പെടാതെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ, അവന് പോകാനുള്ള ഇടം, അവന്റെ സങ്കേതം അത് സ്വർഗമാണ്. എന്നാൽ വഅമ്മാമൻ തഗ വആതറൽ ഹയാത്തദ് ദുനിയ,
എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട്, അതിരുവിട്ടുകൊണ്ട്, അക്രമം ചെയ്തുകൊണ്ട്, നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഭൗതികമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരാളുടെ ജീവിതം അവൻ ക്രമപ്പെടുത്തുന്നത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സങ്കേതം അവന്റെ സങ്കേതം നരകമാണ് എന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വളരെ വ്യക്തമായി ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ അറിയണം. അപ്പോ വിജയിക്കുവാനുള്ള മാർഗം അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കും. മുസ്ലിമായി ജീവിക്കുന്നതോടൊപ്പം അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനും സാധിക്കും. ഈ ആയത്തിന്റെ 3-ാമത്തെ പാർട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകേണ്ടവരല്ല, ഭിന്നിച്ചു പോകരുത് എന്ന് അള്ളാഹു നമ്മെ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാ. ഖുർആൻ വീണ്ടും സൂറത്ത് ആൽ ഇംറാനിൽ 105-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാം, വലാ തകൂനു കല്ലദീന തഫറഖു, ഭിന്നിച്ചു പോയ ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ആയിപ്പോകരുത്. വഖ്തലഫു, അവർ പരസ്പരം തെറ്റിപ്പോയിട്ടുണ്ട്, അവര് ഭിന്നത കാണിച്ചവരായി പോയിട്ടുണ്ട്. മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്, കൃത്യമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അവർക്ക് വന്നതിന് ശേഷവും ഏതാണ് ശരി ഏതാണ് തെറ്റ് വളരെ കൃത്യമായിട്ട് വ്യവച്ഛേദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അഖ്ല്, ബുദ്ധി അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ദീനിന്റെ കാര്യം അങ്ങനെയാ. ഒരാള് പറയുന്നത് മാത്രമല്ല, നമ്മൾക്ക് ബുദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് വേറൊരാൾക്കും പണയപ്പെടുത്തേണ്ടതല്ല. അള്ളാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും ദീനിന്റെ കാര്യമാണ്. ഇതെന്റെ സ്വർഗവും നരകവും നിശ്ചയിക്കുന്ന ഘടകമാണ്. ഞാൻ ദീനിന്റെ പേരിൽ ചെയ്യുന്നതൊക്കെയും അത് ദീനാണോ? ഇത് അള്ളാഹു പറഞ്ഞതാണോ? ഇത് മുഹമ്മദ് റസൂലുള്ളാഹി മാതൃക കാണിച്ചു തന്നതാണോ? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു പഠനം നടത്തണം. ഏത് വിഷയമാണെങ്കിലും സ്വന്തം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടാണ് ഏതൊരമലും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ പറയുന്നത് കൃത്യമായ ബോധ്യം വന്നതിന് ശേഷവും അറിവ് കിട്ടിയതിന് ശേഷവും അതിൽ നിന്ന് തെറ്റി അതിനിൽ നിന്ന് ഭിന്നിച്ച് പോയാൽ അവർക്ക് അങ്ങേയറ്റത്തെ കഠോരമായ ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി പറയുന്നു. നമ്മളോട് ഭിന്നിക്കാനല്ല, നമ്മളോട് പരസ്പരം ഛിദ്രിക്കാനല്ല പറഞ്ഞത്. ഒരുമിച്ചൊന്നായി ഐക്യത്തോടെ ഒന്നായി നീങ്ങണം എന്നതാണ്. ഛിദ്രത എന്ന് പറയുന്നത് പരസ്പരം ഭിന്നിച്ചു നിൽക്കുക എന്നത്. ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത്, ആ ഉമ്മത്ത് അതിന്റെ ഐക്യം അത് ഏത് കാലഘട്ടങ്ങളിലും നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം എന്നതാണ് ഖുർആനിന്റെ ഭാഷ്യം. കാരണം ഛിദ്രത ഒരിക്കലും ഒരു ഗുണവും ചെയ്യില്ല. ഏതൊരു സമൂഹത്തിന്റെയും ശക്തി എന്ന് പറയുന്നത് അവരുടെ പരസ്പരമുള്ള യോജിപ്പും അവരുടെ ഐക്യവുമാണ് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണ്. അത് മുൻനിർത്തിക്കൊണ്ട് ഖുർആൻ വളരെ ശക്തമായി നമ്മളോട് പറയുന്നത് വഅതസിമു, നിങ്ങൾ മുറുകെ പിടിക്കണം, ബിഹബിലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ പാശത്തെ. അള്ളാഹു അവന്റെ വേദഗ്രന്ഥം എന്ന ഒരു പാശം ആകാശത്തിൽ നിന്ന് അള്ളാഹു തആല ഭൂമിയിലേക്ക് നീട്ടിയിടപ്പെട്ട ഒരു കയറാണെന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഖുർആനിനെ പിൻപറ്റി ഇത്തിബാഅ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കലാം അത് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ്. ഭിന്നിച്ച് ഛിദ്രതയുണ്ടാക്കേണ്ടവരല്ല. ഒരു കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം, ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ഇരുണ്ട യുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടം. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം കലഹിക്കുകയും പരസ്പരം എത്രയോ മാസങ്ങളോളം നീണ്ട യുദ്ധങ്ങൾ പോലും നടന്നിരുന്നു എന്ന് ചരിത്രം സാക്ഷിയാണ്. അവിടെ നിന്നൊക്കെ
അവിടെ നിന്നൊക്കെ മാറി, ആ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ മാറി ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ആ ഒരു ജോലിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ആ ഭാഗം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അന്നുണ്ടായിരുന്നതൊക്കെ അവസാനിച്ച് ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് എന്ന് ഖുർആൻ പറയുന്നത് എങ്ങനെയാ? വദ്കുറു, നിങ്ങൾ അറിയണം, നിങ്ങൾ ഓർക്കണം, നിഅ്മത്തുല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅ്മത്തിനെ കുറിച്ച് നിങ്ങൾ അറിയണം. കാരണം ഇത് കുൻതും അഅദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, പരസ്പരം നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ പോരടിച്ചിരുന്നു, യുദ്ധക്കൊതിയന്മാരായിരുന്നു നിങ്ങൾ. എന്നിട്ട് ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾക്കിടയിൽ ഒരു രമ്യതയുണ്ടാക്കി, ഒരു ഇണക്കമുണ്ടാക്കി, പരസ്പരം വേർവിട്ടു പോയ മനസ്സുകളെ പരസ്പരം യോജിപ്പിച്ചു കൊണ്ടുവന്നു അല്ലാഹു. എന്നിട്ടോ നിങ്ങൾ ഫഅസ്ബഹ്തും ബിനിഅ്മതിഹി ഇഖ്വാന, അതോടുകൂടി നിങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെയായി, അല്ല ഒറ്റ ശരീരം പോലെയായി. ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ആരാ? അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ നിഅ്മത്ത് കൊണ്ട നിങ്ങൾ ആരായിരുന്നെന്നറിയുമോ? നിങ്ങൾക്ക് നരകത്തിന്റെ ആ വക്കത്തായിരുന്നു നിങ്ങൾ. നരകത്തിന്റെ വക്കത്തെത്തിയ നിങ്ങളെ അവിടെ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി ഏറ്റവും നല്ല ഉദാത്തമായ ലോകത്തിന് മാതൃകയാകാവുന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതാരാ? പടച്ച റബ്ബ. ആ പടച്ച റബ്ബിന്റെ നിഅ്മത്തുകളെ നിങ്ങൾ അറിയണം, നിങ്ങൾ ഓർക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ നിലയ്ക്ക് അള്ളാഹുവിന്റെ ഈ പാശത്തെ മുറുകെ പിടിച്ചു പോയാൽ ഒരൈക്യമുള്ള, ഒരു കെട്ടുറപ്പുള്ള, ഭദ്രതയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കും. ഇത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന ഒരു സംഗതിയാ. നമ്മുടെ മനസ്സ് ഒരു മാറ്റം വന്നാൽ അവിടെ അല്ലാഹു തആല അതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കി തരുമെന്നതാ. വീണ്ടും അല്ലാഹ് പറയുന്നു, നബിയോടാ പറയുന്നത്, നബിയെ അങ്ങ് ഈ ഭൂമിയിലുള്ളത് മുഴുവനും ചെലവഴിച്ചാൽ പോലും പരസ്പരം ഇണക്കം സാധ്യമാകുമായിരുന്നില്ല. പിന്നെയോ എങ്കിലും അള്ളാഹു അവരെ ഇണക്കി ചേർത്തു, അള്ളാഹു അവരെ കൂട്ടിഘടിപ്പിച്ചു എന്ന് ഖുർആൻ സത്യപ്പെടുത്തുകയാ. അപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഐക്യപ്പെടണം. ഭിന്നമത എന്ന് പറയുന്നത് അത് ദോഷം മാത്രമേ വരുത്തുള്ളൂ. മാത്രമല്ല അതിലൂടെ കയറി വരാകുന്ന ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട്. ഭീരുത്വം അത് കയറി വരാം, ബലഹീനത അത് അതിലേക്ക് ചേർന്ന് വരാം, അതേപോലെ തന്നെ വീര്യം നഷ്ടപ്പെടുക എന്നത്, ഇതെല്ലാം ഈ പരസ്പരമുള്ള ഭിന്നത കൊണ്ട്, പരസ്പരമുള്ള ഛിദ്രത കൊണ്ട്, അനൈക്യം കൊണ്ട് ഉണ്ടായിത്തീരുന്ന സംഗതികളാ. ഇവിടെയാണ് നമ്മൾ വേദഗ്രന്ഥത്തിലൂടെ ഉമ്മത്തിനെ ഐക്യപ്പെടുത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഈ സമൂഹത്തെ നന്നാക്കാൻ ശ്രമിക്കും ഒരു ഭാഗത്ത്. പക്ഷേ അത് സഹിക്കാൻ കഴിയാത്ത ആളുകൾ ഏത് കാലഘട്ടത്തിലുണ്ട്? ഖുർആനാണ്. ഖുർആനിലേക്ക് തിരിച്ചു വരണം, ഇസ്ലാമിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഇസ്ലാം ലോകത്തിന് മാതൃകയാണ്, ഐക്യത്തിന്റെ സന്ദേശമാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ നേരെയാക്കാൻ ശ്രമിക്കുമ്പോ മറ്റൊരു ഭാഗത്ത് നിന്ന് ലിബറലിസത്തിന്റെ പേരിൽ, മറ്റ് ഭൗതികതയുടെ പേരിൽ പല പല പുതിയ പേരുകൾ നൽകി ഇസ്ലാമിനെ ചെളിവാരിയെറിയുന്ന ആ ഒരു ടീം അത് ഏത് കാലത്തുണ്ട്, അത് ഇന്നും വളരെ ശക്തമായ നിലയിൽ രംഗത്ത് വരുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇവിടെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും എന്തുകൊണ്ടാ? ഐക്യപ്പെടാൻ കഴിയുന്നില്ല, നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല, ആളുകളെ പരസ്പരമുള്ള ആദരവും പരസ്പരമുള്ള ബഹുമാനവും അത് നഷ്ടപ്പെട്ടു പോകുന്നു. എന്തിനേറെ പറയുന്നു, ഒരു മകൻ തൻ്റെ മാതാപിതാക്കളോട് ഇന്ന് കൃത്യമായ ബഹുമാനമോ ആദരവോ ഉണ്ടോ? പരസ്പരം ആദരിക്കേണ്ടവർ ഇന്ന് ആദരിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ? നമ്മൾ സ്വയം ഒരാലോചനയ്ക്ക് വിധേയമാവുക എങ്കിൽ പ്രശ്നങ്ങളുടെ മൂലകാരണം എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ കൃത്യമായി കങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ഉഹുദ് യുദ്ധം. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഉഹുദ് യുദ്ധം
തികച്ചും അത് നമ്മൾ അറിയണം. മുസ്ലിംകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ വീര്യം നഷ്ടപ്പെട്ടു പോയ ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഉഹദ് എന്ന് പറയുന്ന ആ യുദ്ധത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് അനുസരണക്കേടിന്റെ ദുരന്ത ഫലമായിരുന്നു ഉഹദിൽ സംഭവിച്ചത്. മാത്രമല്ല അതിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നഷ്ടപ്പെട്ട ഒരു യുദ്ധം മാത്രമല്ല, മിസ്അബ് ബിൻ ഉമൈർ നമ്മൾക്ക് നഷ്ടപ്പെട്ട വലിയ വലിയ സഹാബിമാരുടെ ആ ഒരു ടീം നഷ്ടപ്പെട്ട ഒരു യുദ്ധമായിരുന്നില്ലേ ഉഹദ് യുദ്ധം? എന്തേ ഉഹദിൽ ഇത്തിരി പരാജയമുണ്ടാകാനുണ്ടായ കാരണം നമുക്കറിയാം. ആ മലയുടെ മുകളിൽ നിൽക്കണം എന്ന ഒരു നിർദ്ദേശമുണ്ടായപ്പോ ഭൗതികമായ താല്പര്യം മുന്നിൽ കണ്ട് ഗനീമത്ത് സ്വത്തുക്കൾ വാരിക്കൂട്ടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിന്നും ഇറങ്ങിപ്പോയതിന്റെ ദുരന്തഫലമായിരുന്നു ആ പരാജയമെന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുകയാ. അനുസരണക്കേടിന്റെ ദുരന്തം, നേതൃത്വത്തെ അംഗീകരിക്കാത്തതിന്റെ ദുരന്തം. നമ്മൾക്ക് ചിലപ്പോ ചില ആളുകളെ കണ്ണിൽ പിടിക്കില്ല. അയാളെ അംഗീകരിക്കാൻ നമ്മൾക്ക് ഇത്തിരി പ്രയാസമുണ്ട്. അയാൾ എന്നെക്കാൾ താഴ്ന്നവനാണ്. ജാതിയോണ്ടോ അല്ലെങ്കിൽ കുടുംബപരമായോ ഒന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് നമ്മൾ അങ്ങനെ തീരുമാനിച്ചാൽ എന്തു ചെയ്യും? അതറിയാം. റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ നേതാവ് കറുകറുത്ത ഒരു കാപ്പിരിയാണെങ്കിൽ പോലും നിങ്ങൾ നേതാവിനെ അംഗീകരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് വെറുതെയല്ല. മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തില് വലിയ വലിയ മഹാന്മാരൊക്കെ ഉള്ളപ്പോൾ പോലും യുദ്ധത്തിന്റെ നേതൃത്വം പ്രായത്തിൽ കുറഞ്ഞ ആളുകളെയൊക്കെ ഏൽപ്പിച്ച് വമ്പിച്ച വിജയം വരിച്ച ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലില്ലേ? അപ്പോ എത്ര ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ നേതൃത്വം ആരായിരുന്നാലും അവരെ അംഗീകരിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് നമ്മൾ അറിയണം. ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന നിർദ്ദേശം, 1, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കണം. 2, അതോടൊപ്പം നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ. അങ്ങനെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ നിങ്ങൾ മരണപ്പെടുന്നത് വരെ ആ നിലക്ക് പ്രവർത്തിക്കണം, ജീവിക്കണം. ഇതൊരു നിർദ്ദേശമാണ്. അതോടൊപ്പം ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് ഛിദ്രതകൾക്കെതിരിൽ ഭിന്നതകൾക്കെതിരിൽ ഐക്യത്തിന്റെ കാഹളം മുഴക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഐക്യത്തിന്റെ കൂടെ നിൽക്കാൻ, ഒന്നിച്ചൊന്നായി നിൽക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ ഒരു നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നിടത്തേക്ക് വരെ എത്തുന്ന ഒരു സ്ഥിതി വിഷയത്തിലേക്ക് വരണം. ഇതാണ് ഖുർആൻ. അതാണ് ഖുർആൻ പറയുന്നത്, വഅതസിമു ബിഹബിലില്ലാഹ് വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഇത് ഖുർആനിന്റെ ഒരു നിർദ്ദേശമാണ്. ഇത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അവൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് മുത്തക്കികളായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ഡിസംബർ 6, ലോക മനസ്സാക്ഷിയെ, പ്രത്യേകിച്ച് വിശ്വാസികളെ അവരുടെ മനസ്സുകളിൽ നിന്ന് മായാത്ത ഒരു ദിവസം, അതാണ് ഡിസംബർ 6. ഫാഷിസം എന്ന് പറയുന്നത് അതൊരു നുണക്കഥകളുടെ ഒരു കൂട്ടായ്മയാണ്. നുണക്കഥകളുടെ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഫാഷിസം എന്ന് പറയുന്നത്. സത്യത്തിൽ
ബാബരി മസ്ജിദിൻ്റെ ഒരു തകർച്ച അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സംഭവം അത് ഒരു നുണയുടെ ഭാഗമായി നടന്നതാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ വളരെ സൗഹാർദ്ദത്തോടു കൂടിയോ സമാധാനത്തോടു കൂടിയോ ഒക്കെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാക്കിയ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു നുണക്കഥയാണ്. ഇന്ത്യയിലെ ഈ ഒരു ഒരു സൗഹാർദ്ദ അന്തരീക്ഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രീതിയിൽ അതൊരു വിശ്വാസപരമായ ഐക്യമല്ല. പൊതുധാരയിൽ ഐക്യപ്പെടേണ്ട രംഗങ്ങളിലൊക്കെ ഐക്യപ്പെട്ടുകൊണ്ട് പോകേണ്ട ഒരു രാജ്യം ജനാധിപത്യം അതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മത സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അതിനെ തകർക്കണം, അതിനെ നശിപ്പിക്കണം. അതിനൊരു വഴി. അതാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷുകാർ ആ ഒരു നുണക്കഥയാണ് അവർ പ്രചരിപ്പിച്ചത്. ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന ഈ സ്ഥലം അത് യഥാർത്ഥത്തിൽ രാമക്ഷേത്ര ഭൂമിയാണ് എന്ന് ആ ഒരു നുണക്കഥയിലൂടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ആദ്യമൊന്നും ഈ സംഭവമൊന്നും ആളുകൾ അത്ര ഗൗരവത്തിൽ അറിഞ്ഞില്ല. പിന്നീടെങ്കിൽ അവരിൽ നിന്ന് തന്നെയുള്ള ലേഖനങ്ങളും അവരുടെ തന്നെയുള്ള പ്രസ്താവനകളുമാണ് യഥാർത്ഥത്തിൽ ഇതായിരുന്നു അതിൻ്റെ സത്യം എന്ന് ബോധ്യപ്പെട്ടത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഏതൊരു സൗഹാർദ്ദ അന്തരീക്ഷവും തകർക്കാൻ കുറച്ചാളുകൾ വിചാരിച്ച് വമ്പിച്ച ഒരു നുണപ്രചരണത്തിലൂടെ സാധ്യമാകും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇത്. ഇന്നും 32 വർഷമായി ഇന്നും മായാത്ത ഒരു വിഷയമായി ആളുകളുടെ നെഞ്ചകങ്ങളിൽ, വിശ്വാസികളുടെ നെഞ്ചകങ്ങളിൽ ആ ഒരു സംഭവം ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ്. ഇന്ത്യയെ യഥാർത്ഥത്തിൽ ഒരു കോളനി വൽക്കരിക്കാൻ വേണ്ടി, കോളനിയാക്കാനായിരുന്നു ഇംഗ്ലീഷുകാരുടെ ഒരു ശ്രമം. സമ്പത്ത് കൊള്ളയടിക്കാനും അതിലൂടെ ഒരു സൗഹാർദ്ദമായ അന്തരീക്ഷം തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പത്തിൽ സാധിക്കും എന്ന് യഥാർത്ഥത്തിൽ ഇവർ മനസ്സിലാക്കി. അത് അവരുടെ എന്താ പറയുക, ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം. ആ തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയിലും സംഭവിച്ചിട്ടുള്ളത്. ഈ സത്യം യഥാർത്ഥത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ഇതിൻ്റെയൊക്കെ ഒരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ട്. ആരാധനകൾ നിർവഹിക്കപ്പെട്ട ഇന്ന് ഇത് പറയുന്നത്, ഇപ്പോൾ ഒരു ബാബരി മസ്ജിദിൻ്റെ ചരിത്രം നമ്മളിപ്പോൾ പറയുമ്പം ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ ഏതെല്ലാം പള്ളികളുടെ ചരിത്രം നമ്മൾ പറയേണ്ടി വരും. ഏറ്റവും പഴക്കമുള്ള പള്ളികൾ പോലും പൊളിക്കപ്പെടാൻ പോകുന്നു എന്ന വാർത്തകൾ അറിയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. റബ്ബേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ പരാജയം മുന്നിൽ കണ്ട ആ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ, ഈ ഒരു കൊച്ചു സംഘത്തെ എങ്ങാനും നശിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് തകർന്ന് തരിപ്പണമായാൽ, റബ്ബേ, നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവില്ല റബ്ബേ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പ്രവാചകൻ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ഇതുപോലെ ആരുടെ എല്ലാം പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടുന്ന പള്ളികൾ, അതുപോലെയുള്ള കേന്ദ്രങ്ങൾ അത് നിലനിൽക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, അള്ളാഹുവേ, വളരെ സമാധാനത്തോടു കൂടി ശാന്തമായി നിന്നെ ആരാധിച്ച് ദഅവത്ത് നടത്തി ജീവിക്കാൻ പടച്ച റബ്ബേ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് നീ അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രയാസഘട്ടങ്ങളിൽ, മാനസികമായ വല്ലാത്ത ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു എളുപ്പത്തിൽ കേൾക്കുകയും അതിനുത്തരം ചെയ്യുകയും ചെയ്യും. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, അതിൻ്റെ ഇടയിൽ മറയില്ല. മർദ്ദിക്കപ്പെടുന്നവൻ്റെ അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയുമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെ. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മളൊക്കെ എപ്പോഴും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച്
ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ എല്ലാവിധത്തിലും പ്രയാസം അനുഭവിക്കുന്നവർ, മാനസികമായി ശാരീരികമായി ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം വിശ്വാസത്തിൻ്റെ പേരിൽ ആദർശ രംഗത്ത് എല്ലാ രംഗത്തും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവേ, എല്ലാ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും അള്ളാഹുവേ ഞങ്ങൾക്ക് നീക്കിത്തരികയും വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള അന്തരീക്ഷം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്, വീടുകളിലും ആശുപത്രികളിലുമൊക്കെ. അള്ളാഹുവേ, അവിടെ രോഗങ്ങൾക്കൊക്കെ ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.